നിന്റെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? അത് അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും കുറേ സമയം സംസാരിച്ചു. ഗോഡൌൺ പ്രശ്നം അവരുടെ ചെവിയിലും എത്തിയോ? ഞാനും ആദ്യം അങ്ങനെ കരുതിയത്. പക്ഷെ അതൊന്നും വീട്ടിൽ അറിഞ്ഞിട്ടില്ല. എന്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവ. അത് ഓർമ്മിപ്പിക്കാനാ അമ്മയും ചേച്ചിയും വിളിച്ചത്. നല്ല ശക്തിയുള്ള ദേവിയാ. എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു തരും. ഞാൻ എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കനൽക്കുടവും പൊങ്കാലയും നേർന്നിട്ടുമുണ്ട്. പൊങ്കാല എന്തെന്നറിയാം, കണ്ടിട്ടുമുണ്ട്. ഈ കനൽക്കുടം എന്ന് പറഞ്ഞാ എന്താ? തീക്കനൽക്കുടം തലയിൽ വെച്ച് നടക്കണം. അതവിടുത്തെ പ്രധാന വഴിപാടാ. 3 കൊല്ലം തുടർച്ചയായിട്ട് കനൽക്കുടം നടത്തിക്കോളെന്നാ നേർന്നിരുന്നത്. 2 കൊല്ലം ചെയ്തു. ഇക്കൊല്ലം കൂടി കനൽക്കുടം നടത്തിയാല് എന്റെ ചേച്ചിയുടെ കല്യാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും ദേവി മാറ്റിത്തരൂ. എന്റെ ചേച്ചിയുടെ കല്യാണവും നടക്കും, എനിക്ക് ഉറപ്പാ. ഇതാണോ നിന്റെ പ്രശ്നം? വീട്ടിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞപ്പോ ഇവിടെ നടന്ന കാര്യങ്ങൾ ആരോ നിന്റെ വീട്ടിൽ വിളിച്ചറിയിച്ചു. അവരവിടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. ഞാനും അങ്ങനെ കരുതിയത്. നിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ കച്ച കെട്ടി നടക്കുന്ന ഒരാൾ ഇവിടെയും ഹോസ്റ്റലിലുമായിട്ട് നിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. മുക്താ മാഡം പണി പറ്റിച്ചിട്ടുണ്ടാവുന്ന ഞാനും കരുതിയത്. മുക്താ മേഡത്തിനെ ആ ബുദ്ധി തോന്നാതിരുന്നത് ഇവളുടെയും എന്റെയും ഭാഗ്യം. നാട്ടിൽ ഉത്സവം നടക്കാൻ പോകുന്നതിന് ഇവളിവിടെ എത്തുമ്പോഴും കിട്ടാതെ നടക്കുന്നതിനാ എനിക്ക് മനസ്സിലാവാത്തത്. അതാ ഞാനും ചോദിക്കാൻ വന്നത്. ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകണം. എപ്പോഴാ പോകുന്നതെന്ന് പറഞ്ഞാ മതി. ബസ് ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്തു തരാം. നാട്ടിൽ പോണെങ്കില് കരുണാകരൻ സാർ ലീവ് തരണ്ടേ? ഞാൻ ലീവ് ചോദിച്ചാ എന്തേലും കാരണം പറഞ്ഞ് അയാൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തും. അത് ശരിയാ. ക്ഷേത്രം, ഉത്സവം, ദൈവം എന്നൊക്കെ കേട്ടാ അയാൾക്ക് കലിയിളകും. പിശാചിന് ദൈവത്തെ ഇഷ്ടമല്ലല്ലോ. അയാൾക്ക് പിശാചിന്റെ സ്വഭാവമായതുകൊണ്ട് മാത്രമല്ല, ഇന്നലെ വൈകിട്ട് ഞാൻ അയാളോട് ചെയ്ത പണിക്ക് അയാള് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കായിരിക്കും. അതിന്റെ കണക്ക് തീർക്കാൻ ഉത്സവത്തിന് പോവാൻ ലീവ് തരില്ലെന്ന് മാത്രമല്ല, എല്ലാവരും അവിടെ ഉത്സവം ആഘോഷിക്കുമ്പോ എന്നെ ഇവിടിട്ട് നരകിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത്രയ്ക്ക് പകയുണ്ടാവും അയാൾക്ക് എന്നോട്. നീ എന്താ പറഞ്ഞ? ഇന്നലെ വൈകിട്ട് നീ അയാളോട് ചെയ്ത പണിക്ക് അയാൾ നിന്നെ ഇട്ട് നരകിപ്പിക്കുമെന്നോ? ഇന്നലെ വൈകിട്ട് നീ എന്താ അയാളോട് ചെയ്തത്? അത് പറയടി. മുറിയിൽ പൂട്ടിയിട്ടത് കൂടാതെ നീ അയാൾക്ക് വേറെയും പണി കൊടുത്തോ? ചോദിച്ചത് കേട്ടില്ലേ? നീ അയാൾക്ക് വീണ്ടും പണി കൊടുത്തോന്ന്. നീ എന്താ അയാളെ ചെയ്തത്? ഇങ്ങോട്ടൊന്ന് പറഞ്ഞ 10 തിരിച്ചു പറയുന്ന, ഓരോ അടി കിട്ടിയ 10 അടി തിരിച്ചു കൊടുക്കുന്ന പുതിയ പാർവതി. ഈശ്വര, ഇവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? പാറു, ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് മതിയായില്ലേ നിനക്ക്? ആയിഷ സ്കൂട്ടർ എടുത്ത് നിന്നെ കൂട്ടാൻ വരുമെന്ന് നീ പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? വഴി അയാളെ തടഞ്ഞു നിർത്തി വാട്ടണോന്ന് നീ നേരത്തെ തീരുമാനിച്ചിരുന്നു അല്ലേ? ഓരോരോ പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഉള്ള പ്രശ്നങ്ങൾ പോരാതെ കൂടുതൽ പ്രശ്നങ്ങൾ തോട്ടിയിട്ട് വലിച്ച് സ്വന്തമാക്കുന്നയാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. മോളെ പാറു, നിനക്ക് കരയാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഉത്സവത്തിന് പോകാൻ ലീവ് ചോദിച്ച് നീ കരുനാഗരന്റെ മുന്നിലേക്ക് ചെന്നാ മതി. അപ്പൊ തന്നെ ലീവ് എടുത്ത് അയാൾ നിന്റെ കയ്യിൽ വെച്ച് തരും. പാറു, ഉത്സവത്തിന് പോകാൻ മാത്രമല്ല, ആഹാരം കഴിക്കാൻ പോവാൻ പോലും അയാൾ ഇനി നിനക്ക് സമ്മതം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.